ഡ്രീംലാൻഡ് കാട്ടിലെ എല്ലാ പ്രാണികളും രാവിലെ തന്നെ നടക്കാനിറങ്ങി. പക്ഷെ ഒരു പാവം കൊക്ക് മാത്രം അതിന്റെ ഒടിഞ്ഞ ചിറക് കാരണം എങ്ങും പോകത്തില്ലായിരുന്നു. ഒരു ദിവസം എല്ലാ പ്രാണികളും ഒത്തുവന്ന് മിങ്കു മുയലിന്റെ അടുത്ത് വന്നു. അതിന്റെ വീട്ടിന്റെ മുന്നിലുള്ള സ്ഥലത്തിൽ അത് വൃത്തിയാക്കുകയായിരുന്നു. അയ്യോ മിങ്കു, നീ എന്തിനാ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് വെളിയിൽ കറങ്ങാനൊന്നും പോയില്ലേ? ഇല്ല രാമു, ഇന്ന് ഞാൻ എങ്ങും പോണില്ല. കുറച്ചു ദിവസം മുൻപേ ഞാൻ ഇവിടെ വന്നേ, പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ വീട്ടുകാരെ ഒക്കെ മറന്നുപോയി. ഇനി ഞാൻ എന്റെ വീട്ടുകാരെ വിളിക്കാൻ പോവാ. ഇനി തൊട്ട് അവരെന്റെ കൂടെ തന്നെ ആയിരിക്കും. അവര് വരണ മുമ്പേ തന്നെ അവർക്ക് തിന്നാനുള്ളതെല്ലാം റെഡിയാക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ സ്ഥലം ക്ലീൻ ചെയ്യുന്നത്. ആ, ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ ഇനി ക്യാരറ്റ് നടാൻ പോവാ. ഇങ്ങനെ ചെയ്താ ഇനി തൊട്ട് എനിക്കും എന്റെ കുടുംബത്തിനും തിന്നാൻ പ്രശ്നമേ ഉണ്ടാവില്ല. ഇത് വളരെ നല്ല കാര്യമാണല്ലോ. ഇപ്പൊ നിങ്ങൾ പൊക്കോ, കുറച്ചു ദിവസത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എന്നാൽ നിന്റെ കൂടെ ജോലി നോക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഇത് പറഞ്ഞോണ്ട് രാമു ആന കൊക്കിനോട് പറഞ്ഞു. സരസ്, നീ ഇവിടെ മിങ്കുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ. അവൾക്കും അപ്പോൾ വിഷമമാകില്ല. നമുക്ക് പോകാം. ഇത് പറഞ്ഞ് അവരെല്ലാരും അവിടുന്ന് പോയി. മിങ്കു റാബിറ്റ് കൊക്കിനോട് സംസാരിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒട്ടും തന്നെ ബോറടിച്ചില്ല. കൊക്കിനോട് ആദ്യം വൃത്തിയാക്കി, പിന്നെ കുഴിച്ചു, പിന്നെ വിത്തിട്ടപ്പോ തന്നെ വൈകുന്നേരം ആയി. കൊക്കേട്ടാ, ഇവിടുത്തെ പണിയൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ വൈകുന്നേരം തന്നെ എനിക്ക് പോണം. പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ വരും വരെ അത്രയും ദിവസം എന്റെ കൃഷിയൊക്കെ ആര് നോക്കി നടത്തും? എനിക്ക് ചെയ്യാൻ ഇവിടെ ഒരു പണിയുമില്ല. ഞാൻ നല്ലതുപോലെ നോക്കിക്കോളാം. നിങ്ങൾ വിഷമിക്കാതെ നിങ്ങളുടെ കുടുംബത്തിനെ വിളിച്ചുകൊണ്ട് പൊക്കോ. നിനക്ക് ഒരുപാട് നന്ദി കൊക്കേട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് മിങ്കു റാബിറ്റ് അവിടെ നിന്ന് അപ്പൊ തന്നെ പോയി. കൊക്ക് അവിടെ തന്നെ ഇരുന്ന് കൃഷിക്ക് കാവലിരിക്കുകയായിരുന്നു. അവിടെ ഭൂമിന്ന് എന്തോ ശബ്ദം വന്നു. അവൻ കണ്ടു, മുമ്പിൽ നിന്നും 2 ആനകൾ ഓടി വരണുണ്ടായിരുന്നു. നിൽക്കൂ, ആ വയലിലേക്ക് നിങ്ങൾ പോകരുത്. അവരതിനെ ശ്രദ്ധിച്ചതേയില്ല. രണ്ടുപേരും ആ കൃഷിസ്ഥലത്ത് വന്ന് പരസ്പരം അടികൂടാൻ തുടങ്ങി. ഇതാ രണ്ടുപേരും അടി കൂടി അവിടുന്ന് മുന്നിലോട്ട് ഓടി. കൊക്ക് കണ്ടു, എത്ര വിത്തിട്ടോ അതെല്ലാം ഭൂമിന്റെ മേളിലേക്ക് വന്നുപോയി. കിളിർക്കണേന് മുമ്പേ തന്നെ എല്ലാം നശിച്ചുപോയി. അയ്യോ, ഇങ്ങനെ സംഭവിച്ചല്ലോ. പാവം മിങ്കു, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എന്നെ വിശ്വസിച്ച് വയല് വിട്ടിട്ട് പോയി. അയ്യോ, അവൾ തിരിച്ചു വരുമ്പോൾ അവളോട് ഞാൻ എന്ത് മറുപടി പറയും? കൊക്ക് കണ്ടു, ഒരു പക്ഷി മരത്തിന്റെ മേളിലിരുന്ന് ഇതൊക്കെ നടക്കണ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോ എല്ലാ മൃഗങ്ങളും തിരിച്ചു വന്നു. അവർ കൃഷി നശിച്ചതെല്ലാം കണ്ടു. കൊക്ക് അവരോട് നടന്നതെല്ലാം പറഞ്ഞു. ഗജരാജൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. സരസ്, ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് 2 പേർക്കും ശിക്ഷ കൊടുക്കാമായിരുന്നു. ശിക്ഷ കൊടുത്ത് ഒരു പ്രയോജനവുമില്ല. ഇത് നോക്കേണ്ടിയിരുന്നത് എന്റെ കടമയായിരുന്നു. ഞാൻ തന്നെ ഈ കൃഷിനിലം ശരിയാക്കാം. ഇതിന്റെ ഈ സാഹസം കണ്ട് എല്ലാ മൃഗങ്ങളും ഞെട്ടിപ്പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ മിങ്കുന്റെ വീട്ടിന്റെ അടുത്ത് കൊക്ക് പോയി. അപ്പൊ അവൻ കണ്ടു, വിത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആദ്യം തന്നെ അവൻ അവിടെയൊക്കെ നന്നായി വൃത്തിയാക്കി. അവന്റെ ഒടിഞ്ഞ ചിറക് വെച്ച് തന്നെ ആ വിത്തെല്ലാം ഇടാൻ അവൻ കിളച്ചു. എല്ലാ പ്രാണികളും അവരവരുടെ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ അത് മൊത്തം 2 ദിവസം തന്നെ കിളയ്ക്കാനായി എടുത്തു. പിന്നെ ആ വിത്തെല്ലാം അവനിട്ടു. ഇപ്പൊ അവന് സമാധാനായി. എന്നിട്ട് അവൻ അവിടെ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. നാളുകൾക്ക് ശേഷം മിങ്കു തിരിച്ചു വരും. അതിനുള്ളിൽ ഇതിൽ വിളവുകളൊക്കെ വരുമായിരിക്കുമല്ലേ? കുറച്ചു ദിവസം കഴിഞ്ഞു. വിത്തൊക്കെ വിളയാനും തുടങ്ങി. പക്ഷെ വൈകുന്നേരം ആയപ്പോ ഭൂമിന്ന് വീണ്ടും ഒരു ശബ്ദം വന്നു. അയ്യോ ദൈവമേ, വീണ്ടും ഇവർ വന്ന് ചവിട്ടി കുളമാക്കുമോ? അവൻ കൃഷിയുടെ മുമ്പിൽ കയറി നിന്നു. പക്ഷെ ആനകൾ വീണ്ടും അന്ധന്മാരെ പോലെ വന്നിട്ട് അവിടെ വീണ്ടും അടികൂടാൻ തുടങ്ങി. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇന്ന് ഞാനും നിന്നെ വെറുതെ വിടില്ല.
കുറച്ചു നേരത്തിൽ തന്നെ കൃഷിയൊക്കെ നശിപ്പിച്ച് അവരവിടെ നിന്ന് ഓടിപ്പോയി. അപ്പൊ കൊക്ക് അവിടെ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങി. വീണ്ടും അവിടെ മൃഗങ്ങൾ കൂടി വന്നു. ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യ. നമ്മൾ ഇവരെ വെറുതെ വിടാൻ പാടില്ല. അവർ കാട്ടിന്റെ രാജാവ് ഷേരുവിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അവർക്ക് രണ്ടുപേർക്കും നല്ല ഒരു പാഠം തന്നെ പഠിപ്പിച്ചു കൊടുക്കാം. ഷേരു അവർ രണ്ടുപേരുടെയും ഗുഹയിലേക്ക് പോയി അവർ രണ്ടുപേരെയും 10 ദിവസത്തേക്ക് കാട്ടിന്ന് പുറത്താക്കി. പക്ഷെ ഇനിയും കൊക്കിന്റെ പ്രശ്നം മാറിയിട്ടില്ലായിരുന്നു. രാവിലെ മിങ്കു വരാൻ പോകുകയായിരുന്നു. മിങ്കുവിനോട് എന്ത് മറുപടി പറയൂ എന്ന് അവൻ ആലോചിക്കുകയായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാരും ഉറങ്ങി. പക്ഷെ അവന്റെ കണ്ണിൽ ഉറക്കമില്ലായിരുന്നു. അവൻ കൃഷിയിലടുത്തിരുന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോ അവൻ കണ്ടു, ഏത് പക്ഷി എപ്പോഴും മരത്തിലിരുന്ന് അവനെ നോക്കുമായിരുന്നോ അത് അവന്റെ അടുത്ത് വന്നിരുന്നു. ചങ്ങാതി പക്ഷി, നിനക്ക് സുഖമാണോ? ഞാൻ നന്നായിട്ടുണ്ട് കൊക്കെ, നീ എങ്ങനെയാ? അയ്യോ, നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? എന്നിട്ടെന്താ ഇത്രയും നാളായി എന്നോട് സംസാരിക്കാത്തത്? ഞാൻ ഈ കാട്ടിലെ അല്ല കൊക്കെ, ഞാൻ മായാമലയിലുള്ളതാ. ഞാൻ കുറെ ദിവസം കൊണ്ട് നിന്നെ നോക്കിയായിരുന്നു. നിന്റെ പരിശ്രമം, നിന്റെ മനസ്സ്, നിന്റെ നന്മയൊക്കെ ഞാൻ കാണുകയായിരുന്നു. ഒരു ചിറക് നിനക്കില്ലാഞ്ഞിട്ട് പോലും എത്ര ധൈര്യവും ദയയും നീ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോഴേ ആരെങ്കിലും അത് ചെയ്യത്തുള്ളൂ. ആ, എന്റെ അധ്വാനം എല്ലാം പാഴായിപ്പോയി. മിങ്കുമുയൽ വീണ്ടും വരുമ്പോൾ അവരുടെ കുടുംബത്തിനോട് ഞാൻ എന്തു പറയും? ഞാൻ പറഞ്ഞത് നീ ശരിക്കും കേട്ടില്ലേ? ഞാൻ മായാമലയിന്ന് വന്നതാ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ പക്ഷി ആ തോട്ടം മൊത്തം ചുറ്റുകയായിരുന്നു. 3 ചുറ്റു ചുറ്റിയപ്പോ അവിടെ മാജിക് സംഭവിച്ചു. അത് കൊക്ക് കൽപ്പന പോലും ചെയ്തിട്ടില്ല. ഭൂമി താനെ വൃത്തിയായി. മുമ്പത്തെക്കാളും ഒരുപാട് ക്യാരറ്റ് അവിടെ വന്നു. ആ, കൊള്ളാമല്ലോ. വളരെ മനോഹരമായ ഒരു വയലായി ഇത്. നിങ്ങൾക്ക് കോടാനുകോടി നന്ദി. ഇപ്പോഴേ നന്ദി വേണ്ട, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എന്ത് ജോലി? ഇത് കേട്ടപ്പോ പക്ഷി കൊക്കിന്റെ തലയിലും 3 വട്ടം ചുറ്റി. എന്നിട്ട് ആകാശത്തിൽ പറന്നു. അവസാനമായി ഇവർ എന്താണ് ഈ പറയാൻ വരുന്നത്? കൊക്ക് ശ്രദ്ധിച്ചപ്പോ അവന്റെ ചിറക് ഇപ്പൊ ശരിയായി. അവൻ ചിറകടിച്ചു പോൻ കാറ്റത്ത് മേളിൽ പോവാൻ തുടങ്ങി. ആഹാ, എനിക്കും പറക്കാൻ പറ്റുന്നു. അവന് സന്തോഷം തടുക്കാൻ പറ്റിയില്ല. അടുത്ത രാവിലെ മിങ്കു റാബിറ്റ് അവന്റെ കുടുംബത്തോടെ അവിടെ വന്നു. അപ്പോ അതിന്റെ ഒപ്പം തന്നെ ബാക്കി മൃഗങ്ങളും അവിടെ വന്നു. പക്ഷെ അവര് കണ്ടപ്പോ ആ തോട്ടം മൊത്തം പച്ചപ്പായിരുന്നു. കൊക്കും മൊത്തം ശരിയായി. അപ്പോ അവരെല്ലാരും ഞെട്ടിപ്പോയി. എന്നിട്ട് കൊക്ക് അവരോട് എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോ എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. എന്റെ കൊക്കേട്ടാ, നിങ്ങൾ എന്റെ കുടുംബത്തിന് വേണ്ടിട്ട് എടുത്ത കഷ്ടം, അതിന്റെ നന്ദി എനിക്ക് ഒരിക്കലും വീട്ടാൻ പറ്റില്ല. ഇത് എന്റെ ഭാഗ്യമാണ്. നിന്റെ ഈ തോട്ടം കാരണമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചത്. എനിക്കിപ്പോൾ പറക്കാൻ പറ്റും. പറഞ്ഞിട്ട് അവൻ സന്തോഷത്തിൽ ചിറകടിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള മൃഗങ്ങളും സന്തോഷത്തിൽ തുള്ളിച്ചാടാൻ തുടങ്ങി. ആര് മറ്റുള്ളവരുടെ നന്മ ഓർക്കും, അവർക്കൊരിക്കലും തിന്മ സംഭവിക്കില്ല.